അച്ഛനെ എല്ലാവരുടെയും പേരിൽ, കേരള ലത്തീൻ സഭ പിതാക്കന്മാരുടെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെടും. നമ്മുടെ വൈദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം നിങ്ങളൊക്കെ ഇടവകളിൽ പോകുമ്പോൾ ഓരോ ഇടവകയിലെയും ആ ചരിത്ര സ്മാരകങ്ങളൊക്കെ ഓർക്കുവാനും അതൊക്കെ കോർത്തിണക്കി ഓരോ കൊച്ചു കൊച്ചു മ്യൂസിയങ്ങൾ തന്നെ ഇടവകകളൊക്കെ സ്ഥാപിക്കുവാനായിട്ട് നിങ്ങൾക്കിതൊരു പ്രചോദനമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ചരിത്രം ഉറങ്ങുമീ നാടിൻ്റെ രോദനം ആര് കേട്ടു അല്ലേ? ഇനി ചരിത്രം ഉറങ്ങുവാനല്ല, ചരിത്രത്തെ ഉണർത്തുവാൻ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ ഈ മ്യൂസിയം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആസ്വാദ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. കരുണാമയനായ ദൈവമേ, ഈ മ്യൂസിയം നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട റെക്ടറച്ചിനെയും വൈസ് റെക്ടറച്ചിനെയും പ്രൊക്യുറേറ്റർ അച്ഛനെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും പല വിധത്തിൽ സഹായിച്ച എല്ലാ ബ്രദേഴ്സിനെയും ഡീക്കന്മാരെയും അങ്ങേ കൃപാകടാക്ഷത്താൽ നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഈ മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച എല്ലാവരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഉപകാരികൾ, തൊഴിലാളികൾ, ധനം കൊണ്ടും ശ്രമം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായിച്ച എല്ലാവരുടെയും മേൽ അങ്ങേ ആത്മാവിന്റെ ദാനങ്ങൾ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളായ ഇവർക്ക് ആത്മീയ ഉന്നമനത്തിനും ഭൗതിക വളർച്ചയ്ക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന ഈ മ്യൂസിയത്തെ അങ്ങ് കനിഞ്ഞ് ആസ്വദിക്കണമേ. ഈ മ്യൂസിയം അങ്ങേ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വാസസ്ഥലമാക്കണമേ. പൈശാചിക ശക്തികൾ ഇവിടെ പ്രബലപ്പെടാതിരിക്കട്ടെ. അങ്ങയുടെ പൈതൃകമായ സാന്നിധ്യവും സംരക്ഷണവും ഈ മ്യൂസിയത്തിന് മേലുണ്ടാകണമേ. ഇതുപയോഗിക്കുന്നവർ അങ്ങയെ കൂടുതൽ അറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. ആമേൻ. ചരിത്രത്തെ അവഗണിക്കുന്ന ഒരു തലമുറയ്ക്ക് ഭൂതകാലമില്ല, ഭാവിയും ഉണ്ടാവില്ല. നമ്മുടെ ഇന്നിന്റെ ജീവിതം കൂടുതൽ പ്രകാശപൂരിതമാക്കുന്ന ചില പുണ്യ ഓർമ്മകളുടെ സമാഹാരമാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. മോസ്റ്റ് പ്രഷ്യസ് ആൻഡ് വാല്യബിൾ. നമ്മുടെ ഈ മ്യൂസിയത്തിന് അങ്ങനെയുള്ള ഒരു വസ്തുവുണ്ട്. മംഗലപ്പുഴ, കാർമൽഗിരി, കോട്ടയം, വടവാതൂർ സെമിനാരികളെ രൂപപ്പെടുത്തുന്നതിൽ, അതിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത മിഷണറിമാരെ നമുക്കറിയാം. അവരിൽ നിച്ചൻ, സക്രിയാസിച്ചൻ, ബിഷപ്പ് വിക്ടർ. അപ്പോൾ ഇവരുപയോഗിച്ച പല സാധനങ്ങള്, വെസ്റ്റമെന്റ്സ് അല്ലെങ്കിൽ ഹോളി ഒബ്ജക്ട്സ് ഇവിടെ ഉണ്ട്. അവരിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഷൂസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷൂ അല്ല സത്യത്തിൽ, അതൊരു ചെരുപ്പ് പോലെ തുന്നി ചേർത്തുണ്ടാക്കിയ ലെതർ ആണെന്ന് പറയാവുന്ന രീതിയിലൊരു ഷൂ ആണ്. ഇദ്ദേഹം ഇത് ലളിത ജീവിതമായിരുന്നു. കീറിപ്പോയി സ്വന്തം നൂലും സൂചി ഉപയോഗിച്ച് സ്വന്തമായിട്ട് തുന്നിച്ചേർക്കുമായിരുന്നു.
അപ്പോൾ ജീവചരിത്രത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ആ ഷൂസിന്റെ ചെരുപ്പിന്റെ 2 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം അത് ഹോളി കോസ്റ്റ് കോൺവെന്റ് വഴി CTC കോൺഗ്രിഗേഷന്റെ മദർ ജനറലിന്റെ കയ്യിലെത്തി. അപ്പോൾ ഇത് പലരും ആവശ്യപ്പെട്ടു, ആഗ്രഹിച്ചു, പലരും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. അവര് കൊണ്ടുപോകുന്നതിന് മുൻപ് ഞാൻ മദറിന്റെ അടുത്ത് ചെന്ന് എന്റെ സ്വഭാവം ഇവർക്കും ഇവരുടെ സ്വഭാവം എനിക്കും അറിയാം. അപ്പോ മദറിന്റെ കൂടെയുള്ള 2 സിസ്റ്റേഴ്സ് പറഞ്ഞു അത് വേറൊരു കൂട്ടരും മ്യൂസിയം തുടങ്ങുന്നുണ്ട്, അവര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മദർ പറഞ്ഞു സെമിനാരിയല്ലേ, ഈ അവരച്ചനും സബ്യാസച്ചനും ഇവിടെയല്ലേ താമസിച്ചത്, അതുകൊണ്ട് നമുക്ക് ആ ഷൂ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ലൂസിയാൻ പറഞ്ഞു, അച്ഛാ ഈ അവറേലിനച്ഛന്റെ പേരെഴുതിയ ഒരു ക്ലാസ് എപ്പോഴും നമ്മുടെ ഫിലോസഫി ചാപ്റ്റർ. ഞാൻ ആര് പറഞ്ഞു, അല്ല അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പം തന്നെ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എടുത്തോണ്ട് വന്നപ്പോ അതില് ഡിസെൻഗ്രേറ്റ് ഇതാണ് ചാലിസ് given to Father Aurelian OCD in 1953 by Seminarians. ഓർക്കണം, നിങ്ങളും ഇതൊക്കെ ഈ ചാലിസിനെ കുറിച്ച് ഔറേലിയൻ അച്ഛന്റെ റെഫറൻസ് ഉണ്ട്. ബ്രദേഴ്സ് സമ്മാനിച്ചതും അദ്ദേഹം ഉപയോഗിച്ചതും ആ റെഫറൻസ് ഉണ്ട്. സോ ഹൗ പ്രഷ്യസ് ഇറ്റ് ഈസ്. ഈ ബ്രദർ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ അത് എവിടെ ഒരു സെഗ്മെന്റ് ഈ സീരീസ് കോൺഗ്രേഷൻ ആണ്. അതിനുവേണ്ടി ഒരു ടീം ഓഫ് സിസ്റ്റേഴ്സ് ആ വർക്കിംഗ്. അത് മദർ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. അതിനുവേണ്ട കംപ്ലീറ്റ് സ്പോൺസറിങ്ങും ചെയ്തത് മദറാണ്. ഇപ്പൊ മദറിന്റെ ഹൃദയത്തില് എപ്പോഴും സെമിനാരിയും സഭയും കൊണ്ട് അതിന്റെ ഒരു ബാഹ്യമായ പ്രകടനങ്ങളാണ് ഇതൊക്കെ. ഇന്ന് കൊല്ലത്തെ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ഓട്ടോണമസ് ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് മദർ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മദർ തീർച്ചയായിട്ടും ഒരു ആശംസ പറയുന്നത് കടമയാണ്. കാർമൽഗിരി സെമിനാരിയുടെ ഈ മ്യൂസിയത്തിന്റെ നിർമ്മാണ സംരംഭത്തില് അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ടെങ്കിലും CTC സഭയെ ഉൾപ്പെടുത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഈ മ്യൂസിയത്തില് ഞങ്ങളുടെ സഭാസ്ഥാപക മദർ എലീശയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട റെക്ടർ അച്ഛൻ അല്പം സ്പേസ് റിസർവ് ചെയ്ത് വെച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ നവംബർ മാസത്തിലാണ് എലീശയെ വെനറബിളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ 2024 തന്നെ മദർ എലീശയുടെ ബിയാറ്റിഫിക്കേഷൻ നടക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം അതിനായിട്ടുള്ള പ്രോസസ്സൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എലീശമ്മയ്ക്ക് അല്പം സ്ഥലം തന്നത് ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇങ്ങനെ ഒരു മ്യൂസിയം ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട രക്തച്ഛനെയും അച്ഛനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മറ്റ് വൈദിക സഹോദരങ്ങളെയും അനുമോദിക്കുന്നു. തീർച്ചയായും ഈ മ്യൂസിയം വരും തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഈ മ്യൂസിയം ഒരുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത കുറേയേറെ നല്ല മനസ്സുകളുണ്ട്. വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് പുതിയൊരു കോൺട്രാക്ടറിന്റെ കീഴിൽ പണിക്കാരനായി ഇവിടെ വന്ന ഒരു ചെറുപ്പക്കാരൻ പ്രസാദ്. അപ്പോൾ ഈ പ്രസാദിന്റെ പണി ഞാൻ ചെറിയൊരു മ്യൂസിയത്തിന് മുമ്പിൽ ഒരു ഇൻസ്റ്റലേഷൻ അത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ പണിക്കാരനായിട്ട് വന്ന ആളാണ് പ്രസാദ്. കോൺട്രാക്ടർ വേറൊരാളാണ്. അപ്പോൾ ഇങ്ങനെ 1-2 കാര്യം ചെയ്ത് ഞാനത് മാറ്റി ചെയ്യിച്ചു. അപ്പൊ എന്ത് പറഞ്ഞാലും
വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ. അതിലുപരി ഈ ചെറുപ്പക്കാരിൽ വലിയ കഴിവുകളുണ്ടെന്നും ഒത്തിരി പുണ്യങ്ങളുണ്ടെന്നും എനിക്ക് തോന്നി. നല്ല മനസ്സുണ്ടെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. അപ്പൊ ഈശ്വര വിശ്വാസമുള്ള, മൂല്യങ്ങളുള്ള, നല്ല സ്വഭാവമുള്ള, കഴിവുള്ള നല്ലൊരു യുവാവിനെ ഈ വിശുദ്ധന്മാർ, ഇവിടെയുള്ള പുണ്യവാളന്മാര് ഇവിടെ എത്തിച്ചു. അതിന്റെ നല്ല ഫലങ്ങള് വളരെ ലോകോത്തര നിലവാരമുള്ള സൃഷ്ടികൾ. നമുക്ക് പൈസ കുറവായതുകൊണ്ട് ഞാൻ പ്രസാദിനോട് പറയും, പ്രസാദെ മതി 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 ഓടിച്ചു തീർക്കാൻ പറയും. എന്നാലും പ്രസാദ് കൂലി നോക്കാതെ രാപകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് സുന്ദരമായ സൃഷ്ടികള്. ലൈബ്രറിയുടെ മുമ്പിലുള്ള സോഫിയ ഇൻസ്റ്റലേഷൻ, പുഴത്തീരത്തുള്ള പാഷയോ വിസ്മയാസ്, എൻ്റെ ആടുകളെ മേയ്ക്കുക, പിന്നെ അവിടെയുള്ള ചെറിയ സംവിധാനങ്ങൾ, ഇവിടെ എൻട്രൻസിലുള്ള റിലീഫ് ഒക്കെ, പിന്നെ ഈ ഫസ്റ്റ് നമ്മുടെ അർത്ഥകായ പ്രതിമകള്, ബിബ്ലിക്കൽ കേവ്, ഇതെല്ലാം വളരെ സുന്ദരമായിരിക്കുന്നു. ഈശ്വരന്റെ കൃപ, കല എന്നുള്ളത് അത് ദൈവികമായ ഒരു സാധനയുടെയും സ്ഥിതിയുടെയും ഒക്കെ ഫലമാണല്ലോ. അപ്പോ ഇങ്ങനെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട പ്രസാദിന് ഭാവിയിൽ ഒത്തിരി നന്മയുണ്ടാവട്ടെ. ഭൗതികവും കുടുംബപരവുമായ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അവരുടെ സെബസ്റ്റ്യൻ പിതാവിന് നന്ദി പറയുകയാണ്. ഞാൻ ചാക്കോച്ചോട് പറയുകയായിരുന്നു, ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം പകർന്നു തന്ന ആ ഊർജം, ഞങ്ങളിൽ കത്തിച്ച ആ ജ്വലനം, അത് തന്നെയാണ് പുസ്തകം എഴുതാനും എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റുകൾ ചെയ്യുവാനും ഒക്കെ ഇന്ന് ഞങ്ങൾക്ക് പ്രേരണയായിട്ട് നിൽക്കുന്നത്. ഇന്നിവിടെ വരികയും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ഈ മ്യൂസിയം ആശീർവദിക്കുകയും നല്ല വാക്കുകൾ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതിന് അവരുടെ സെബസ്റ്റ്യൻ പിതാവ് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. In you, it's in you. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. In you, it's in you. I praise you with all of my life. I praise you with all of my strength, with all of my life, with all of my strength. All of my hope is in you. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. In you, it's in you. My life is in you, Lord.